ഏമൺ വ്ളോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിരക്കിലായിരുന്നു. തിരക്കിൻ്റെ പുറമെ ഒരുപാട് ആളുകൾക്ക് നമ്മളെ വീഡിയോ ഒരു ശല്യമായിട്ട് മാറുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളത് ഒഴിവാക്കിയത്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചു, ഇതങ്ങനെ ചെയ്യാന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതുമല്ല, ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട്. ഇപ്പോൾ ചില വീഡിയോ ഒക്കെ ആലോചിച്ച് നോക്കുക, ആദ്യത്തെ വീഡിയോ ഒക്കെ നല്ലോണം ലൈക്കും അതുപോലെ തന്നെ ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ നിർത്തിയതുകൊണ്ട് ആളുകളെ നമുക്ക് ശ്രദ്ധ ഇല്ലാതായി എന്നുള്ളതൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മളത് അത്രയും പെർഫെക്റ്റ് ആയിട്ടും അത്ര ഒരു വാശിയോടെ ചെയ്തതിന് ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. എന്താ വെച്ചാൽ അതൊരിക്കലും ഒടുക്കും എത്തൂല, ഒന്നും ആകാനും ഒന്നിനും ആക്കാനും ഒന്നും കഴിയൂല. അപ്പോൾ ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് തന്നെ അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സത്യം. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി എന്നുള്ളത് മാത്രമാണ് ഇങ്ങോട്ട് പറയാനുള്ളത്. കാരണം കടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നേക്കും വലിയൊരു ബാധ്യതയായിട്ട് തീരും. എന്തായാലും വളരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ വീണ്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഏവൺ ഗ്രൂപ്പ്. അപ്പോൾ നമ്മളിന്ന് 13/9/2024 വെള്ളിയാഴ്ചത്തെ വില പട്ടികയാണ് പറയാൻ പോണത്. അപ്പോൾ ഓണൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ആശങ്കയിലേക്കാരും, പച്ചക്കറിക്കൊക്കെ നല്ല വിലയേക്കാരും, ഭയങ്കര വില കൂടുതലാവും. അപ്പോൾ വില വലിയൊരു കൂടുതലൊന്നുമില്ല, എന്നാൽ ചില സാധനത്തിന് വില ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് തക്കാളിയൊക്കെ ആകെ 25 ഉറുപ്പ്യാണ്. അതുപോലെ തന്നെ ചെറിയ പൊടിത്തക്കാളി ഉണ്ട്, നമ്മൾ എടുത്തിട്ടില്ല. പൊടിത്തക്കാളി എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറ്റ ചെറുതാണ്, വിലയും കുറവാണ്, ചെറിയ പൈസയുള്ളൂ. അപ്പോൾ നമ്മൾ എമ്മേൻ്റെ നല്ല പുതിയ അടിപൊളി തക്കാളി, നല്ല ടമ്പറുള്ള തക്കാളിയാണ് നമ്മൾ എടുത്തുകൊണ്ട് 25 ഉറുപ്പ്യക്കാണ് തക്കാളി കൊടുക്കുന്നത്. ഈ ഓഫർ നമ്മൾ പറയണത് കിഴക്കേക്കര നെല്ലിക്കുത്തത്തെ ഓഫറാണ് ഇപ്പോൾ നമ്മൾ പറയണത്. പിന്നെ മറ്റുള്ള ബില്ലുകൾ കാരണം ഓരോ ദിവസം ഓരോരോ സ്ഥലത്ത് ഓഫർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്നും ഒരേപോലെ എല്ലായിടത്തേക്കും എല്ലാ പച്ചക്കറിയും ഉണ്ടായിക്കോണം എന്നില്ലല്ലോ. കാരണം ഇപ്പോൾ ഇവിടേക്ക് ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അവിടേക്ക് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് ഓഫറുകൾ ഇടുന്നത് എല്ലാ ദിവസവും എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടാവും. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ഇടാൻ പറ്റാത്തത്, എല്ലായിടത്തേക്കും ഒരേപോലെ പച്ചക്കറി ഇറങ്ങുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന് കഴിയുള്ളല്ലോ. ചിലപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ വില കൂടി വന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ ചില ക്വാളിറ്റിയുള്ള സാധനം ചില സ്ഥലത്ത് നമുക്ക് വിൽക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അതങ്ങനെ ചെയ്യണത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എല്ലാവരും ചോദിക്കും എന്താ എല്ലായിടത്തും ഒരേപോലെ ഇട്ടാലും ചോദിക്കും. ചില സ്ഥലത്തേക്ക് നമ്മൾ ചിലപ്പോൾ ലൂസ് എടുക്കാൻ കഴിയുള്ളൂ, ചിലപ്പോൾ നമുക്ക് ചില സ്ഥലത്തേക്ക് നമുക്ക് ചാക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ചാക്ക് എടുക്കുമ്പോഴും ലൂസ് എടുക്കുമ്പോഴൊക്കെ രണ്ട് വിലയേക്കാരം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ എനിക്ക് എല്ലായിടത്തേക്കും ചാക്ക് എടുത്തുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ? കാരണം 7 മണിക്ക് തുറക്കണ കട ഉണ്ട്, 7:30 തുറക്കണ കട ഉണ്ട്, 8 മണിക്ക് തുറക്കണ കട ഉണ്ട്. അപ്പോൾ 3 രീതിയിലാവുകൊണ്ട് നമ്മൾ പച്ചക്കറിക്ക് നമുക്ക് 2 ആൾക്ക് പോകാൻ ഒരിക്കലും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ ആളുകളാണ് നമുക്ക് ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ ആ ഉത്തരവാദിത്തമുള്ള ആളുകൾക്ക് മാത്രമേ പർച്ചേസിന് പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ പേരിലാണ് അങ്ങനെ ആവുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി നമ്മൾ കൊടുക്കുന്നത് 25 ഉറുപ്പ്യക്കും, അതുപോലെ തന്നെ വല്യുള്ളി നമ്മൾ കൊടുക്കുന്നത് 49 രൂപക്കാണ്. ഇതൊക്കെ ഓരോ കിലോത്തിൻ്റെ പ്രൈസാണ് കേട്ടോ. 1 കിലോ തക്കാളി കൊടുക്കുന്നത് 25-ന്, അതുപോലെ തന്നെ 1 കിലോ വല്യുള്ളി കൊടുക്കുന്നത് 49-ന്. അതുപോലെ തന്നെ മുരിങ്ങാക്കായൊക്കെയാണ് ശരിക്ക് ഓണത്തിന് വില കൂടുന്നൊരു സാധനം. മുരിങ്ങാക്കായൊന്നും വില കൂടിയിട്ടുമില്ല, ഒന്നും ആയിട്ടില്ല. 38 രൂപക്കാണ് മുരിങ്ങാക്കായ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇളവനൊക്കെ 18 രൂപക്കാണ് കൊടുക്കുന്നത്. പിന്നെ പയർ അത്യാവശ്യം നല്ല വിലയാണ്, ഏകദേശം 160-170 രൂപയൊക്കെ പയർ വിലയുണ്ട്. അപ്പം അങ്ങനെയുള്ള 1-2-3 സാധനങ്ങളൊക്കെ വില കൂടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതേ റേറ്റിൽ തന്നെ നിലനിർത്തിക്കാണ്ട് പോകുന്നുണ്ട്. തക്കാളി 25, വല്ലുള്ളി 49, മുരിങ്ങ 38, ഇളവൻ 18. എല്ലാത്തിൻ്റെയും വില പറയാത്തത് എന്താ വെച്ചാൽ 7-6 ഇപ്പം തന്നെ ആയി. ഞാൻ എൻ്റെ ഒരു സമയം പറയാൻ കേട്ടോ. അതിനകത്ത് വീഡിയോ അപ്ലോഡായി വരുമ്പോൾ ചിലപ്പോൾ 8 മണിയൊക്കെ ആവുണ്ടാവും. 7-6 ആയി. ഇനി അടുത്ത കടയ്ക്ക് ഇപ്പം തന്നെ നമുക്ക് നീങ്ങാനായി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫർ എന്താ വെച്ചാൽ നമ്മൾ റിൻസിൻ്റെ ലിക്വിഡ് വരുന്നത് 2 ഫ്ലേവറിലാണ്. ഇതൊരു ഫ്ലേവറാണ്, അതുപോലെ തന്നെ അടുത്ത ഫ്ലേവറാണിത്. നല്ലൊരു കിട്ടിലും ഓഫർ. നമ്മൾ ഓണം ഒക്കെ അല്ലേ, ഉഷാറായിട്ട് കാരണം ഒരുപാട് ആളുകൾ വിരുന്ന് വരാനും പോവാനും
നിൽക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ തുണി കുപ്പായൊക്കെ തിരുമ്പാൻ നല്ലൊരു ഓഫർ തന്നെ. നമുക്ക് അടിപൊളി ഒരു ഓഫർ ഇട്ട് കൊടുക്കാം. 5 ലിറ്ററിൻ്റെ റിൻസ് ഇതിൽ രണ്ടിൽ ഏത് ഫ്ലേവർ എടുത്താലും 339 രൂപയാണ് വരുന്നത് കേട്ടോ. 339 രൂപ. 692 റുപ്യ MRP ഉള്ളത് കമ്പനി തന്നെ വെട്ടി 415 റുപ്യ ഓഫർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയും പുറമെ നമ്മൾ A1 നെല്ലിക്കുത്ത് കിഴക്കേക്കരയുള്ള ഷോപ്പിലാണ് ഇന്നത്തെ ഈ ഓഫർ ഉള്ളത്. ഇത് സ്റ്റോക്ക് തീരോളം ആർക്കും വാങ്ങാം. അവിടെ വേറെ എടുത്തു വെച്ചോന്നല്ല, ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട് തന്നെ ഉണ്ട്. ആ സ്റ്റോക്ക് തീരോളം ഇവിടെ നിന്ന് ആർക്കും കൊണ്ടുപോകാം. 339 രൂപയായിട്ടാണ് റിൻസ് നമ്മളിന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഓഫറുകൾ. 13/9/2024 കിഴക്കേക്കര നെല്ലിക്കുത്തത്തെ ഓഫറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ വമ്പിച്ച ഒരു ഗീവ് അവേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 1ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 2ാം സമ്മാനം 26 കിലോ അരി, 3ാം സമ്മാനം ഒരു കുക്കർ, ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് 500 രൂപക്കോ അതിൻ്റെ മുകളിലോ സാധനം വാങ്ങുന്ന ആർക്കും ഒരു കൂപ്പൺ അവിടെ നിന്ന് കിട്ടും. ആ കൂപ്പണ് ബോക്സിൽ നിക്ഷേപിക്കുക. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. അതെന്തായാലും നിങ്ങളെ അറിയിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മളെ കാളങ്കാവിലെ ഓഫറുകൾ എന്താണെന്നുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. അവിടേക്ക് എത്തിയിട്ടില്ല. രാവിലെ ഇപ്പോൾ കടമ്പോട് പച്ചക്കറി ഇറക്കി കഴിഞ്ഞ്, ഇപ്പോൾ കിഴക്കേക്കര നെല്ലിക്കുത്ത് പച്ചക്കറി ഇറക്കി കഴിഞ്ഞു. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ മാറ്റി തീർന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും ബൈ. എല്ലാവരും ഷെയർ ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.